നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതായാലും കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു കോടതി വിധി വന്നിരിക്കുന്നു. ദിലീപിനെ ഏതായാലും ഇതിൽ കുറ്റമുക്തനാക്കിയിരിക്കുന്നു കോടതി. ആദ്യമുള്ള ശരിക്കും ഇതിൽ പീഡിപ്പിച്ച അന്ന് പറയപ്പെടുന്ന അതിൽപ്പെട്ട പ്രതികളെ മാത്രമാണ് ഇപ്പം കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 12 ശിക്ഷ വിധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോടതി വിധി ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അഭിപ്രായം പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും, നിൻ്റെ അഭിപ്രായം നേരത്തെ അതല്ലായിരുന്നല്ലോ എന്ന് പറയും. ഈ വിവാദം നടന്നാൽ വിവാദകാലത്ത് ആ ഒരു പ്രശ്നം കൊണ്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം ഇതായിരിക്കും വിധി എന്ന് എനിക്കറിയാമായിരുന്നു. അത് ഇപ്പം നീതിക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യുന്ന ബുദ്ധിജീവികൾ പറയുന്നത് പോലല്ല. ഇപ്പം ആരാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മിയും നികേഷ് കുമാറൊക്കെ പറഞ്ഞിരിക്കുന്നു, പാർവതി തരുവത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തയ്യാറാക്കിയ വിധിയാണ്, ഇതിൽ നിന്ന് അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള അങ്ങനൊരു നിലപാടല്ല എനിക്ക്. ഇത് ഇങ്ങനെ തന്നെയായിരിക്കും വിധി എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. കാരണം അതാണ് അതിൻ്റെ ലീഗൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ആ ചോദ്യത്തിന് ഉത്തരവാദിത്തം ഈ പറഞ്ഞു കൊടുത്തിട്ട് കാര്യം പറയട്ടെ, ആ വിധിക്കെതിരെ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്ന ആളുകളോടുള്ള യാതൊരു ഐക്യദാർഢ്യവും എനിക്കില്ല. ഇതിലെ ഗൂഢാലോചനാവാദം ശരിക്കും ഇത് എന്തുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ഈ കേസിൻ്റെ ആദ്യം മുതലുള്ളത് ഒരു പരിശോധിക്കണം. അപ്പം ഇതിൽ ഞങ്ങൾ എടുത്തിരുന്നു, രാജ്മോഹൻ അന്നില്ല, നമ്മൾ എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ് ദിലീപ് കുറ്റക്കാരനാണ്, ദിലീപ് കുഴപ്പക്കാരനാണ് എന്നാണ്. ആ നിലപാട് നമുക്കൊരു കുറ്റബോധവുമില്ല. കാരണം ഈ കേസ് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം 2017 ഫെബ്രുവരിയിലാണ് 17-ാം തീയതി ബലാത്സംഗം ഉണ്ടാകുന്നത്. ഈ ബലാത്സംഗം ഉണ്ടാകുമ്പോൾ അവിടേക്ക് പി.ടി. തോമസാണ് ഓടിയെത്തുന്നത്, അതായത് ആൻഡ്രോ ജോസഫാണ് ഓടിയെത്തുന്നത്. ആൻഡ്രോ ജോസഫ് പി.ടി. തോമസിനെ വിളിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ്. ഈ പി.ടി. തോമസുമായും ആൻഡ്രോ ജോസഫുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പി.ടി. തോമസ് അന്ന് മുതൽ നമ്മളിത് ഫോളോ ചെയ്യുന്നതാണ്. നമുക്ക് അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. സിനിമാ വൃത്തങ്ങളിൽ അത്തരം സംഭാഷണങ്ങൾ ആരംഭിച്ചു. ഇത് പരസ്യമായി മഞ്ജു വാര്യർ പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ പറയുന്നു. പിന്നീട് ഈ ചർച്ചകൾ ആരംഭിക്കുന്നു. ഈ ചർച്ചകളുടെ പിന്നാലെ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. നമ്മൾ ഇന്ന് ദിലീപ് പറഞ്ഞല്ലോ, സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, നമ്മളാണ് കൊടുത്തത്. നമ്മൾ വാർത്ത കൊടുക്കാൻ തുടങ്ങുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നാലെ ഈ ബൈജു പൗലോസ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ സഞ്ചരിക്കുന്നത് നമുക്കറിയാൻ പറ്റി. നമ്മുടെ ഒരു അന്ന് പ്രകാശ് ചന്ദ്രശേഖരൻ നമുക്കൊരു ഇടുക്കി റിപ്പോർട്ടായിരുന്നു. അയാൾക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. കൃത്യമായിട്ട് വിവരങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ നമ്മളാണ് തുടങ്ങി വെക്കുന്നത്. അങ്ങനെ നമ്മളിത് ഫോളോ ചെയ്തതിൻ്റെ ഇടയിൽ മാതൃഭൂമി ഇത് വേണുഗോപാലകൃഷ്ണൻ എടുക്കും. ഇയാൾ എന്ത് ചെയ്തു? ഒരു അഭിമുഖം മനോരമയ്ക്ക് കൊടുക്കുകയാണ്. വേണുഗോപാലകൃഷ്ണനെ നമ്മളെയും അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ അഭിമുഖം. ഒരുപാട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു നമ്മളെ കുറിച്ചും. അത് മാത്രമല്ല, അന്ന് നമ്മുടെ കൊച്ചി ലേഖകൻ ഒരു അർജുൻ സി വനജാണ്. അയാൾ ദിലീപ് വിളിച്ചിട്ട്, നീ എന്തിനാണ് അവിടെ നിനക്ക് മനോരമ ജോലി മേടിച്ചിരുന്നു. അപ്പം സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന ഒരു ആഡഡ് ആയിട്ടുള്ള വിദ്വേഷമുണ്ട്. വിദ്വേഷം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു താല്പര്യം. അപ്പം നമ്മളിത് ഫോളോ ചെയ്യുന്നുള്ള സത്യമാണ്. അത് കഴിഞ്ഞ് കേസാകുന്നു, അറസ്റ്റ് ആകുന്നു, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ പോലീസ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ നമുക്ക് ഈ അന്വേഷണ സംഘമായിട്ട് ബന്ധമുണ്ട്. പോലീസ് പുറത്തേക്ക് വിടുന്ന വിവരങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ദിലീപ് കുഴപ്പക്കാരൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. കാരണം അത് കഴിഞ്ഞ് പതിയെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ടർ ചാനൽ അതിന് പ്രത്യേക താല്പര്യം കാണിക്കുന്നു. അമിത താല്പര്യം കാണിക്കും. ഈ അമിത താല്പര്യം കാണിക്കുകയും നികേഷ് കുമാർ ആയിരുന്നു. നികേഷാണ്. അതെ, നികേഷ്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിത് പറയുമ്പോൾ ഇതൊരു അലിഗേഷനാണ്, ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ, പിന്നെ നമ്മളിതിൽ അല്പമൊന്ന് പുറകോട്ട് മാറാൻ കാരണം പോലും ഈ നികേഷുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ദിലീപിനോട് പണം ചോദിച്ചു എന്നൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ 5 കോടി രൂപ ചോദിച്ചെന്നും 2 കോടി രൂപയെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ അക്കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ മകൻ 7 കോടി രൂപ ചോദിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ ഈ സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നതോടുകൂടി നമുക്ക് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ താല്പര്യം മാറുന്നു. മാത്രമല്ല സെൻകുമാർ വരുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ വലിയ ആവേശം നമ്മൾ പതിയെ കുറച്ചു. ഇത് മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചായിരുന്നു. ഈ ക്രൈംബ്രാഞ്ചുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും, പക്ഷെ കുറേ കഴിഞ്ഞ് നമ്മളൊരു കാര്യം ബോധ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, അലിഗേഷൻ ഒന്നും തന്നെ, ഞാൻ ഈ കേസിൽ കൃത്യം ഫോളോ ചെയ്യുന്ന ആളാണ്. റിപ്പോർട്ടർ പക വീട്ടാൻ വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കങ്ങനെ പക വീട്ടാൻ ആഗ്രഹമില്ല. പതിയെ ഒരു കാര്യം മനസ്സിലാവുന്നു, ഇവരുടെ ഒരു തെളിവുമില്ല, വെറുതെ ആരോപണമാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ടത് സത്യമാണ്, പക്ഷെ തെളിവില്ല. ഞാൻ ഈ ക്രൈംബ്രാഞ്ച് അന്നത്തെ മേധാവിയായിരുന്ന IG ശ്രീജിത്തുമായിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട പല ഇൻഫർമേഷനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്കൊരു കാര്യപ്പെട്ടിരുന്നത്, ഇവർക്കാർക്കും തെളിവില്ല.
അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡ് പൂർണ്ണമായും നമ്മൾ മാറുന്ന എവിടെയാണെന്നറിയോ? പലരും ഇപ്പോഴല്ല, ബാലചന്ദ്രകുമാർ വരുമ്പോൾ നമ്മൾ ബാലചന്ദ്രകുമാറിന് അനുകൂലമായിരുന്നില്ല. ഈ ബാലചന്ദ്രകുമാറിനെ സർക്കാർ ഇവർ കൊണ്ടുവന്നതാണ്, ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്നതാണ്. കാരണം ഇവരിൽ ഒരു തെളിവുമില്ല. അങ്ങനെ ഇവർ ബാലചന്ദ്രകുമാറിനെ പിടിച്ച് ബാലചന്ദ്രകുമാറിലൂടെ ഇവർ ഈ പോലീസിന്റെ തെളിവ് സൃഷ്ടിക്കുവാണ്. അപ്പോൾ ബാലചന്ദ്രകുമാർ അവിടെ നിന്ന് അൺഎത്തിക്കലായിട്ട് അവിടെ നിന്ന് സംസാരം റെക്കോർഡ് ചെയ്തു. അതിൽ ഇവർ ഗൂഢാലോചന നടത്തി എന്നതിൻ്റെതായിട്ടൊന്നുമില്ല. എങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ അവിടെ കണ്ടു, ഏതാ ഈ കണ്ടു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ അതുകൊണ്ട് ഇത് കൊട്ടേഷൻ ഗൂഢാലോചന വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതാണ് ആകപ്പാട് ഇവർ കൊണ്ടുവന്ന തെളിവ്. ഇവരുടെ ഏക പ്രതീക്ഷ ബാലേന്ദ്രകുമാറായിരുന്നു. ബാലേന്ദ്രകുമാർ കൃത്യമായിട്ട് മൊഴി കൊടുക്കുകയും പോയി മരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ അകത്തൊരു ദുരൂഹതയുണ്ട്, തെളിവില്ല. അപ്പം ഇവിടെ പ്രശ്നം ദിലീപിന് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിൽ പങ്ക് ഇല്ല എന്ന് തീർത്ത് പറയാൻ നമുക്കിപ്പോഴും പറ്റത്തില്ല. ദിലീപിന് പങ്കുണ്ടാവാം എന്നുള്ളത് തന്നെയാണ് ഒരു നിഗമനം. പക്ഷേ തെളിവ് എവിടെ? തെളിവാണല്ലോ ചോദിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇപ്പൊ ഇവർ പറയുന്ന മാതിരി കോടതിയെ സ്വാധീനിച്ചെന്നോ അല്ലെങ്കിൽ കോടതി അട്ടിമറിച്ചെന്നോ പറഞ്ഞ ഒരു അർത്ഥവുമില്ല. കോടതിയുടെ മുമ്പിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ഒരു ജഡ്ജിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും തെളിവ് നിയമം അനുസരിച്ച് വെറും തെളിവും പോരാ, തെളിവ് നിയമം അനുസരിച്ചുള്ള തെളിവ് അവിടെ ഹാജരാക്കി രേഖപ്പെടുത്തണം. അതിന് ഓരോന്നിനും പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് രേഖകൾ ഇപ്പോൾ ഇഷ്ടംപോലെ രേഖ കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്ത് തന്നെ പല കേസുകളിലും എത്ര ഒരു 10, 100, 1000 ഇതിൽ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ചെയ്യുന്ന തെളിവുകൾ മാത്രമേ അംഗീകരിക്കൂ. അതായത് തെളിവ് നിയമം അനുസരിച്ച് ഈ തെളിവ് വാലിഡ് ആണെങ്കിൽ മാത്രമേ മാനദണ്ഡങ്ങൾ പുലർത്തണം. ആ മാനദണ്ഡങ്ങൾ മാത്രമേ അത് രേഖപ്പെടുത്തൂ, അല്ലാത്ത തള്ളിക്കളയും. എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഉദാഹരണത്തിന് വാട്സാപ്പ് സന്ദേശം കൊണ്ടുപോകുന്നു. ദിലീപ് പൾസർ സുനിയോട് പറഞ്ഞു, എടാ നീ അവളെ പോയി റേപ്പ് ചെയ്തിട്ട് വരൂ. വലിയ തെളിവാണല്ലോ. ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇത് ദിലീപ് പൾസർ സുനിക്ക് അയച്ചതാണെന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കണം. ദിലീപിന്റെ ഫോണായിരിക്കണം, പൾസർ സുനിയുടെ ഫോണായിരിക്കണം. അപ്പൊ എന്തെല്ലാം വഴികളുണ്ട്? ദിലീപ് ഈ ഫോൺ മെസ്സേജ് എന്താണ്, അന്ന് ആരുടെല്ലായിരുന്നു ഫോണ്, ഇത് മുഴുവൻ ആധികാരികമായി തെളിയിച്ചുകൊണ്ട് കൊടുക്കാതെ വെറുതെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ടോ ദിലീപ് പൾസർ സുനിക്ക് അയച്ചത് എവിഡൻസ് അല്ല, അല്ലാതെ ഒരു ചാറ്റ് എവിഡൻസ് അല്ല. ഇപ്പൊ കോൾ റെക്കോർഡ് ഒരു എവിഡൻസ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത് ഇന്ന ഫോണിൽ നിന്നും ഇന്ന ഫോണിലേക്ക് വിളിച്ചു തെളിയിക്കുക, ശബ്ദ പരിശോധന നടത്തിയിട്ട് ഇന്ന ആളുടെ തന്നെ ശബ്ദം തെളിയിക്കുക. ഇതൊക്കെ ഉണ്ട്. എഡിറ്റ് ചെയ്തിട്ടില്ല തെളിയിക്കുക. പല സാഹചര്യങ്ങളിൽ ഞാൻ പറയാമല്ലോ, രാഹുലിന്റെ കേസിൽ തന്നെ ചിത്രാഞ്ജലി കൊണ്ട് അവർ ഓഡിയോ പരിശോധിച്ചെന്നല്ലേ പറയാം. രാജ്മോഹൻ, ഞാൻ പറയട്ടെ, നമ്മുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പത്തെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സുഹൃത്ത് ലേബി സജീന്ദ്രൻ ഈ ഒരു പൗലോസ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് സംസാരിച്ച സംഭവം ഉണ്ടായി. ഈ പൗലോസ് ശ്രീനിധിന് വേണ്ടി ഇവളെ കുരുക്കാൻ വേണ്ടി പലതവണ കോൺഗ്രസ്സുകാരൻ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പൗലോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മറന്നുപോയി. നിരവധി തവണ വിളിക്കുന്നു, അനേകം തവണ വിളിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു. അപ്പോൾ എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്ത്, ഇതിന് ഉത്തരങ്ങളെല്ലാം എഡിറ്റ് ചെയ്തു. ഉദാഹരണത്തിന് ജോസഫ് വാഴയ്ക്കിന് ബിനാമി ഇടപാടുകൾ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇല്ലാതാ പറഞ്ഞത്. പക്ഷെ മറ്റൊരു കാര്യത്തിൽ വേറൊരാളുടെ കാര്യം പറയുന്നു, അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് ഇതിൻ്റെക്ക് എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് നേതാക്കൾ ജോസഫ് വാഴയ്ക്കിന് ബിനാമിയുണ്ട്, അവർക്ക് ഇവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള സംഭാഷണമാക്കിയിട്ട് പുറത്തു വിടുന്നു. നമുക്ക് കിട്ടുന്നു. ആ സമയമാണ് സ്വാഭാവികമായും ലബിയുടെ ശബ്ദമാണ്, നമ്മൾ അടിച്ചു. അതിന് ഇമ്പാക്ട് നിസ്സാരമല്ലായിരുന്നു. അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും കൂടുതൽ അതിന് പേഴ്സണലായിട്ട് പോയ പ്രശ്നമാണ്, ഞെട്ടിപ്പോയ സംഭവങ്ങളുണ്ടായി. അപ്പം ഇതെല്ലാവരും കൊടുത്തു. അപ്പം ഇതൊക്കെ അത് എവിഡൻസ് അല്ല. എവിഡൻസ് കൊടുക്കണം, ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാക്കണം. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പരിശോധിച്ചിട്ട് വേണം തീരുമാനമെടുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ കേസിലേക്ക് മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു എവിഡൻസും വിശ്വസനീയമല്ല. രാജ്മോഹൻ ഒരു കാര്യം ആലോചിക്കണം, എന്താണ് ദിലീപിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം? കൊട്ടേഷൻ കൊടുത്തു ബലാത്സംഗം ചെയ്യിച്ചു. അപ്പൊ ഈ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. അപ്പൊ ഇവിടെ ചോദിക്കപ്പെട്ട ഇപ്പം ഈ വാദത്തിനിടയിൽ വന്ന കുറെ രസകരമായ കൗതുകകരമായ കാര്യങ്ങളുണ്ട്. ഇത് 2017 ഫെബ്രുവരിയിലാണ് സംഭവിക്കുന്നത്. 2017 ഓഗസ്റ്റിൽ ദിലീപിന് ജാമ്യം നിഷേധിക്കുന്നു. 90 ദിവസത്തോളം ജയിലിൽ കിടന്നു, 85 ദിവസത്തോളം ജയിലിൽ കിടന്നു. ഈ സമയത്ത് ഒരു അഡ്വക്കേറ്റ് സനൽകുമാർ എന്ന് പറയുന്ന കേരള ഹൈക്കോടതി, ഇപ്പോൾ അദ്ദേഹം സീനിയർ ഡെസിഗ്നേറ്റഡ് ആണ്, അന്ന് സീനിയർ ആയിരുന്നില്ല. അദ്ദേഹം മലയാള മനോരമ പത്രത്തിൻ്റെ ഒരു ലേഖനം എഴുതിയിരുന്നു, വിശാലമായൊരു ലേഖനം. സത്യം പറഞ്ഞാൽ ആ ലേഖനം അന്ന് വായിച്ചിരുന്നെങ്കിൽ ദിലീപിനെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ
നമ്മൾ ദിലീപിൻ്റെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്ന് പറയാനേ. അത് പിന്നീട് വായിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കുറേ ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് ഈ കേസിൻ്റെ വിചാരണയിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിലേക്ക് വരാം. അത് വളരെ രസകരമായ സംഭവമാണ്. ഒന്ന്, 2012 മുതൽ ദിലീപും, എനിക്ക് 2012 മുമ്പ് തന്നെ, അല്ല അതിന് മുമ്പ് തന്നെ ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ പിരിഞ്ഞു കഴിയുന്നു. എനിക്ക് 14 കൊല്ലം, അല്ല 2012 ഇവർ തമ്മിൽ ഭിന്നിക്കുന്നു, സെപ്പറേറ്റ് ആവുന്നു. അതിന് 14 കൊല്ലം കഴിഞ്ഞാണ് അവർ വിഭജിക്കുന്നത്. 2012 സെപ്പറേറ്റ് ആവുന്നു. 2012 സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണം, ഇതിൻ്റെ ഒരു ഗൂഢാലോചന കാരണം എന്ന് പറയുന്നത് ദിലീപും ഭാര്യയും തമ്മിലുള്ള ബന്ധം വഷളായതും അവർ പിരിഞ്ഞതിൻ്റെയും ഉത്തരവാദി ഈ അതിജീവിത ആയതുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനെ പറ്റി പശ്ചാത്തലം ഉണ്ട് താനും. മറ്റേ ഈ ദിലീപിൻ്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തായിരുന്നു അതിജീവിത. അപ്പോൾ കാവ്യമാധവനും ദിലീപും തമ്മിൽ ചുറ്റിക്കളി ഈ അതിജീവിത മഞ്ജു വാര്യർക്ക് പറഞ്ഞു ഇതൊക്കെ സത്യമായിരിക്കും, അത് സത്യമല്ലൊന്നും പറയുന്നില്ല. പക്ഷേ 2012 ഇവർ തമ്മിൽ ഭിന്നിക്കുന്നു, രണ്ടായി പോകുന്നു. 2016 ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നു. ആലോചിക്കണം, 4 കൊല്ലം കഴിഞ്ഞ് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നു. അതോടെ ദിലീപിന് ഈ അതിജീവിതയോടുള്ള വിരോധം തീരണം. കാരണം ഞാൻ ചോദിക്കേണ്ടത്, എൻ്റെ കുടുംബം തകർന്നു, ഞാൻ കള്ളും കുടിച്ച് നശിക്കുവാണെങ്കിൽ എനിക്ക് വിരോധം നീണ്ടു നിൽക്കും. ഇത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ, അന്ന് പറഞ്ഞ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഒഴിഞ്ഞു പോയത് സന്തോഷകരമായ കാര്യമാണ്. മറ്റാളെങ്കിൽ സ്വീകരിച്ചു, പ്രണയിച്ച ആളെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പ്രേരിപ്പിച്ച് കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത് എന്തിനാണ്? സ്വാഭാവികമായ ചോദ്യം, ആദ്യത്തെ ചോദ്യമാണ്. കാരണം ഒരു ഉർവശി ശാപ ഉപകാരം എന്ന പോലെ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റി സമാധാനം ജീവിക്കാൻ പിന്നെ എന്തിനാണ് കൊട്ടേഷന് പോകുന്നത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 4 കൊല്ലം 2012 മുതൽ ഗൂഢാലോചന എന്ന് പറഞ്ഞത് 2017 സംഭവം നടക്കുന്നത്. ഈ 5 കൊല്ലം ഗൂഢാലോചന നടത്തി വേണമായിരുന്നു ഇത്രയും നിസ്സാരമായൊരു പ്രക്രിയ. ബലാത്സംഗം ചെയ്യാനുള്ള കൊട്ടേഷൻ കൊടുത്തേ. ഈ 5 കൊല്ലം വേണ്ടി വന്നോ പൾസർ സുനിക്ക്? ഇത്രയും നിസ്സാരമായ, ഇത്രയും സ്വാധീനമുള്ള, ഇത്രയും നിസ്സാരമായ ഒരു കൊട്ടേഷൻ ഇതിപ്പോ പോയി ബലാത്സംഗം ചെയ്ത് പോരാൻ വന്നിരിക്കും. ഈ 5 കൊല്ലം വേണ്ടി വന്നോ? 3, ഇതിൻ്റെ ഇടയിൽ, ഈ 5 കൊല്ലത്തിനിടയിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയെന്ന് പോലീസ് കോടതിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് 4 തവണ മാത്രമാണ്. ഇത്രയും വലിയൊരു ഗൂഢാലോചന നടത്തി സിനിമാ ഫീൽഡിലെ ഇത്തരം പരിപാടികൾ നടക്കുന്ന പൾസർ സുനിയും ദിലീപും തമ്മിൽ 4 തവണയെ കണ്ടിട്ടുള്ളൂ ഈ ഗൂഢാലോചനയ്ക്ക്. സിനിമാ സെറ്റുകൾ വണ്ടി പഠിക്കാൻ വരുന്ന ആളാണ്. 4 1.5 കോടി രൂപയാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്. ചോദ്യം, ഇത്ര നിസ്സാരമായൊരു കാര്യം, അതായത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതും സമാധാനത്തോട് ജീവിക്കുമ്പോൾ, ഇപ്പം ഇയാളുടെ ജീവിതം പൊളിഞ്ഞ് ഭാര്യ പോയതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ നശിച്ചു പോയെങ്കിലും ഓക്കെ, വിരോധം ഉണ്ടാകേണ്ട സാഹചര്യം. അപ്പോൾ ഈ 1.5 കോടി രൂപ മുടക്കി ഒരു കൊട്ടേഷൻ കൊടുക്കുമോ? അടുത്തത്, ഈ കൊട്ടേഷൻ കൊടുത്ത് അയാളെ പണി പൂർത്തിയാക്കിയിട്ട് ഈ കൊട്ടേഷൻ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്ര 1.5 കോടി രൂപയുടെ കൊട്ടേഷന് 10,000 രൂപ അഡ്വാൻസ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 10,000 രൂപ അഡ്വാൻസ് വാങ്ങി ഈ പണിക്ക് അയാൾ പോകുമോ? ഒരിക്കലും പോകില്ല. ഈ 1.5 കോടി രൂപയുടെ 50 ലക്ഷം കിട്ടി, 50 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു പെർസെൻറ്റേജ് ഇല്ലേ? ഇത് കഴിഞ്ഞ് കൊട്ടേഷൻ പൂർത്തിയാക്കിയിട്ട് ഈ 10,000 രൂപയ്ക്ക് പോയി കൊട്ടേഷൻ ചെയ്യുമോ? അടുത്തത്, അയാൾ കൊട്ടേഷൻ പൂർത്തിയാക്കി തിരിച്ചു വന്നിട്ട് പൈസ കൊടുത്തില്ല, അയാൾ ബഹളം ഉണ്ടാക്കുന്ന അറിയാമല്ലോ. വെറും 10,000 രൂപ കൊടുത്ത അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റിസ്ക് എടുത്ത് ഒരു പണി ചെയ്തതാണ്. അതെ, മാത്രമല്ല ഇയാൾ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുമാണ്. അയാൾ ബഹളത്തിന് വരുന്നുള്ള 100%. അപ്പൊ പിന്നെ ഈ 10,000 രൂപ കൊടുത്താൽ ബാക്കി കൊടുക്കാതിരിക്കുമോ? അടുത്തത്, ഒരു നടി ബലാത്സംഗത്തിനിരയായാൽ അതെന്തായാലും പരാതിപ്പെടുമെന്നും കേസന്വേഷണം, ഞാൻ ചോദിക്കണം, ഒരാളുടെ മേൽ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ, വേണമെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് അപകടം എന്ന് വരുത്തി തീർക്കാം. ഇതൊരു അപൂർവ സംഭവമാണ്, കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഇതെന്തായാലും കേസ് അന്വേഷണത്തിൽ വരുമ്പോൾ ഈ ബലാത്സംഗം ചെയ്യുന്ന പറയത്തില്ലേ ദിലീപ് പറഞ്ഞിട്ടാണ്. അടുത്ത ചോദ്യം, ഇയാൾ ഈ മറുനാടനെതിരെയും മാതൃഭൂമിക്കെതിരെയും ഇങ്ങോട്ട് വിളിച്ച മനോരമയിൽ അഭിമുഖം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലമായിക്കൊണ്ടെങ്കിൽ അയാൾ ഈ മാധ്യമങ്ങളോട് പണങ്ങാൻ വരുമോ? ഞാൻ പറഞ്ഞത്, ഇയാൾ ആദ്യം എല്ലാം തീർന്നു, മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമില്ലാന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഇയാൾ മനോരമയെ വിളിച്ച് അങ്ങോട്ട് അഭിമുഖം കൊടുത്ത് പണി ചോദിച്ചു വാങ്ങുമോ? ഒരിക്കലും ചെയ്യില്ല. അടുത്തത്, എങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്? ദിലീപിനെ ഈ ബലാത്സംഗം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം പൾസർ സുനിയെ പോലീസ് സ്റ്റേഷൻ ഹാജരാകുന്നു, അല്ലെങ്കിൽ കോടതി വരുന്നു. കോടതി ഹാജരാകുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓർക്കണം. അവിടെയും അതും ദുരൂഹമാണ്. അതെ, ഇയാൾ കോടതിയിൽ വന്നുമ്പോൾ കോടതിക്ക് അകത്തുനിന്ന് ഇയാൾ പിടിച്ചോണ്ട് പോയി. എന്തിനാണ്?
കോടതിക്കകത്ത് പിടിച്ചോണ്ട് അയാൾ എന്തൊക്കെയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം പിന്നെ അയാൾ ഒന്നും പറയുന്നില്ല. കോടതിയിൽ പിറ്റേ ദിവസം വരുമ്പോൾ ആരുടെയും കാര്യം പറയും. പിന്നെ നാളുകൾക്ക് ശേഷമാണ് പറയുന്നത്. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് എന്തോ വേറെന്തോ ആണ് പറഞ്ഞത്, കോടതി യാത്ര പിടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ എല്ലാം ദുരൂഹമാണ്. ഇനി ഇങ്ങനെ പിടിച്ചോണ്ട് പോയി ഇതിൻ്റെ ഇടയിലാണല്ലോ സംഭവം. ഇയാൾ ജയിലിലാവുന്നു. പൾസർ സുനി ജയിലിൽ നിന്നൊരു കത്ത് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിക്ക് കൊടുക്കുന്നു. ആ കത്തിൻ്റെ അകത്ത് പറയുകയാണ്, എനിക്ക് പറഞ്ഞിട്ട് 1.5 കോടി രൂപയിൽ ബാക്കി കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് വിളിച്ചു പറയും എന്നാണ് വരുന്നത്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണല്ലോ അവിടെയാണ് തുടക്കം വരുന്നത്. ഈ കത്ത് കിട്ടിയപ്പോൾ ദിലീപ് കാശ് കൊടുക്കാനുണ്ടെങ്കിൽ ദിലീപ് അതിന് അത് ചെയ്യത്തല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ പെട്ടുപോയില്ലേ? ആണല്ലോ. ദിലീപ് എന്താ ചെയ്യുന്നറിയാമോ? ദിലീപ് പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തു, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ശ്രമം നടന്നു. ഇങ്ങനെ ഒരു പരിപാടി ദിലീപ് ചെയ്തിട്ടെങ്കിൽ ഇത് കേസന്വേഷണത്തിന് കാരണമാക്കി ദിലീപ് എടുക്കുമായിരുന്നോ? ആ കേസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ദിലീപ് കൊടുത്ത പരാതി ഫർദർ ഡെവലപ്മെന്റ് ഇല്ല. അതിനുശേഷം ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ വരും. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഒന്നുകൂടെ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഈ കത്ത് മനോഹരമായ കയ്യേഷണത്തിൽ ഒരു വെട്ടും കുറിപ്പും ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. നല്ല ഭാഷ. ആരും ജയിലിൽ വെച്ച് പൾസർ സുനിയെ പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന കത്തിൽ ലോകത്ത് ആരൊരു കത്ത് എഴുതിയാലും കത്ത് വെട്ടുണ്ടാവും അല്ലേ? നമ്മൾ എഴുതി വരുമ്പം അക്ഷരം തെറ്റിപ്പോവും. ലോകത്ത് എത്ര മിടുക്കൻ കത്ത് എഴുതിയാലും വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയപ്പോഴും OV വിജയൻ എഴുതിയപ്പോഴും അതിനകത്തൊക്കെ തിരുത്തുണ്ട്. തെറ്റിപ്പോവും, അക്ഷരം തെറ്റും, വരയ്ക്കും. ഇത് ഒരു തെറ്റുമില്ലാതെ അച്ചടി ഭാഷയിൽ മനോഹരം എഴുതിയിരിക്കുന്ന കത്ത്. അങ്ങനെ ഒരു കത്ത് എഴുതണമെങ്കിൽ പോലും പൾസർസിന് എഴുതുന്നതിൽ പോലും അതിന് പിന്നെ ദുരൂഹതയുണ്ട്. ദിലീപ് കൊടുത്തിരുന്ന പരാതി ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു, ഗൂഢാലോ നടക്കുന്നു എന്നുള്ള ആ സാധനത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ഇയാൾ പറഞ്ഞത് മാത്രം അന്വേഷിച്ചു പോവുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്, ജയിലിലടയ്ക്കും തെളിവുകളില്ലാതെ. അടുത്താണ് ബാലേന്ദ്രകുമാറിന്റെ എൻട്രി. പിന്നീട് ഒരു ഘട്ടത്തിന് ശേഷം ബാലേന്ദ്രകുമാർ വരുന്നു. അപ്പം അടിമുടി ദിലീപിനെതിരെ ഗൂഢാലോ നടന്നു എന്ന് സത്യമാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടെയാണ് നമ്മൾ ദിലീപിന്. ഇപ്പം ഞാൻ ഇന്നൊരു നടനുമായിട്ട് എന്നോട് ഒരു നടൻ, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് നടൻ എന്നെ വിളിച്ച് പിണങ്ങി. നിങ്ങൾ ആ ദിലീപിനെ പേടിയാണോ? നിങ്ങൾ ദിലീപിനെ കുറിച്ച് നിങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പേടിയുടെ അല്ല, നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകളുടെയും കോടതി നിഗമനങ്ങളുടേതും കാര്യമാണ്. കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ കോടതി ഉത്തരവ് വന്നാൽ നമുക്ക് സ്നേഹപൂർവ്വം എന്താ പറയുക, നമുക്ക് അതിനോട് വിയോജിക്കാം. കോടതിയെ സ്കാൻഡലൈസ് ചെയ്തിരുന്നുള്ളൂ. ഉദാഹരണത്തിന് പാലത്തായി കേസിൽ നമ്മൾ വിയോജിച്ചല്ലോ, കോടതി ഉത്തരവ് വിജയിച്ചു, നമുക്ക് പറ്റും. അപ്പം ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിലീപിൻ്റെ ഒരു സ്വഭാവം. സിനിമ ഇൻഡസ്ട്രിയിൽ ആ സമയത്ത് ദിലീപ് പുലർത്തുന്ന ആധിപത്യം, ചക്രവർത്തി തന്നെയാണ്. അതിൽ ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ദിലീപിനെതിരെയുള്ള, ദിലീപ് സിനിമയെ കൺട്രോൾ ചെയ്തിരുന്നു, തിയേറ്ററുകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു, നിർമ്മാതാവാണ്, എല്ലാം. ദിലീപ് മെഗാസ്റ്റാറുകളെക്കാൾ കൂടുതൽ സിനിമയെ സ്വാധീനിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ദിലീപിനെതിരെ വലിയൊരു അസ്വസ്ഥത രൂപപ്പെട്ടിരുന്നു. മാത്രമല്ല ദിലീപിന് കുഴപ്പമുണ്ടായിരുന്നു. ദിലീപിന് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഭൂമി ഇടപാടുകളും അതും ഇതുമൊക്കെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ദിലീപ് പക വീട്ടുമായിരുന്നു. നിരവധി പേര്, ഇപ്പം ജയശങ്കർ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിരവധി ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ വിരോധമുണ്ടെങ്കിൽ വിരോധം തീർക്കുമായിരുന്നു. ഞാൻ ആ തുളസിദാസ് ആ സമയത്ത് സംവിധാനം പറഞ്ഞൊരു കഥ, കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കസേര കാലെടുത്ത് വെച്ചെന്ന് പറഞ്ഞു. ദിലീപിനെ കാണാൻ വരികയാണ്. അപ്പം വന്നിട്ട് നിന്ന് സംസാരിക്കാൻ ദിലീപ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കസേര എടുക്കുന്നു. തുളസിദാസ് അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളി കസേര കാലും കൊണ്ട് വലിച്ചിട്ട് കാലെടുത്ത് കസേര വെച്ചെന്ന് പറയുന്നു. സീനിയറായിട്ടുള്ള സംവിധാനം തുളസിദാസ്. എന്നോട് ഒരു സംവിധായകൻ പറഞ്ഞത്, മമ്മൂട്ടിക്ക് ഇടക്കാലത്തൊരു ഒരു ടീം സമയത്ത് സിനിമയിലായിരിക്കുന്നു. ഈ സമയത്ത് മമ്മൂട്ടിയെ കാണാൻ പോവാണ് ഇയാൾ ദിലീപ്. എന്നിട്ട് മമ്മൂക്ക ഞാൻ ശരിയാക്കി തരാം. എന്നിട്ട് അപ്പം തന്നെ മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് പലരെയും മമ്മൂക്കയ്ക്ക് സിനിമ കൊടുക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ ഇൻസൾട്ടിങ് ആണ്. ഇത്തരത്തിൽ ദിലീപ് ഭയങ്കര അഹങ്കാരമായി മാറുകയും പലരെയും ഉപദ്രവിക്കുകയും ഈ അധികാര ഭ്രമത്തത കാണിക്കുകയും സിനിമയെ മുറുകെ പിടിക്കുകയും സമസ്ത മേഖലയിൽ മുറുകെ, അങ്ങനെയാണ് ലിബർട്ടി ബഷീറും ഒക്കെ ആയിട്ട് പണക്കൊണ്ട് തിയേറ്ററിൻ്റെ പ്രശ്നത്തിലാണ്. അങ്ങനെ ദിലീപിൻ്റെ ഒരു അഹന്തയ്ക്ക് ഇരയായ ഒരുപാട് മനുഷ്യരുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ദിലീപ് ഒരു അഹങ്കാരിയായിരുന്നു, ഹുങ്കൊണ്ടായിരുന്നു. ദിലീപിന് ഒരു ഗ്രൂപ്പ് സിനിമയ്ക്ക് എത്തുന്നത് ദിലീപിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ദിലീപിന് അവസരം പറ്റത്തുള്ളായിരുന്നു. അല്ലാത്തവർക്ക് ദിലീപ് അപമാനിക്കുകയാണ്. ഇത്തരത്തിൽ ദിലീപ് സമസ്ത മേഖലകളിലും പിടിമുറുക്കിയതോടെ ദിലീപിനോടുള്ള വിരോധമുള്ളവരുടെ എണ്ണം കൂടിയിരുന്നു.
പരസ്യമായി രഹസ്യമായി. അപ്പൊ ആ തരത്തിലുള്ള ആളുകളെല്ലാം കൂടെ കൂടിച്ചേർന്ന അവസരം കിട്ടിയപ്പം ഗൂഢാലോചന നടത്തി ദിലീപിനെ കുരുക്കാൻ ശ്രമിച്ചതാണ് എന്ന് വേണ്ടി പറയേണ്ടി വരും. അവിടെ ദിലീപിന് വീഴ്ച പറ്റി. അവിടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. കാരണം പിണറായി വിജയൻ്റെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടില്ല, നേരെ മറിച്ച് ചെയ്യിക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ടാണ്. ഇപ്പോഴങ്ങനെയാണല്ലോ. ആണ്. അപ്പം പിണറായി ഒരു ഹീറോ പരിവേഷത്തിലാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഈ ഹീറോ പരിവേഷം നിലനിർത്താനായിട്ട് പിണറായി ആദ്യം ചെയ്ത പണി ജിഷ കൊലപാതക കേസിൽ പ്രതിയെ പിടിക്കുകയാണ്. വാസ്തവത്തിൽ അയാൾ നിരപരാധിയാണെന്നാണ് പറയുന്നത്. അമറുൽ ഇസ്ലാം നിരപരാധിയാണെന്നാണ് പറയുന്നത്. അന്ന് പി തങ്കച്ചനാണ് പ്രതി, പി തങ്കച്ചന്റെ മകനാണ് പ്രതി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ചെയ്തവർ. അപ്പം അതിന്റെ തുടർച്ചയായിട്ട് ആ സമയത്ത് ഇവിടെ രാജ്മോഹനോ നമ്മുടെ ഒരു പ്രമുഖൻ ജയിലിൽ അടച്ചായിരുന്നു ഒരു വേലക്കാരി പീഡിപ്പിച്ച കേസിൽ വ്യവസായി. അപ്പം പുള്ളി ഭയങ്കര ഹീറോയായി. അപ്പം ദിലീപിനെ പിടിച്ചകത്തിട്ടാൽ പെട്ടെന്നൊരു പരിവേഷം കിട്ടുമെന്ന് കരുതുന്നു. പോലീസിനകത്തെ ഭിന്നത. അന്ന് IPS 2 വനിതാ ഉദ്യോഗസ്ഥർ തമ്മിൽ ശത്രുതയാണ്. രണ്ടുപേരും IPS മുതിർന്നവരാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഓഫീസർമാരാണ് B സന്ധ്യയും ആർ ശ്രീലേഖ. ഇവർ തമ്മിൽ വലിയ ഈഗോ ക്ലാഷ് ഉണ്ട്. ഇതിൽ സന്ധ്യ പറയുന്നതായിരുന്നു പിണറായി വിജയൻ എന്ന വേദവാക്യം. സന്ധ്യയെ വലിയ ബഹുമാനമായിരുന്നു. അപ്പം സന്ധ്യയ്ക്ക് ചില പെറ്റി ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. മറ്റേ ഈ ലിംഗമുറിച്ച കേസിലൊക്കെ അതിലൊക്കെ സന്ധ്യയുടെ ഇടപെടൽ, ഇത്തരത്തിൽ ഒരു ഇടപെടൽ സന്ധ്യയുടെ ഭാഗത്തുണ്ടായി. പിണറായി അത് വിശ്വസിക്കുന്നു. പിന്നീട് ബെഹ്റയാണ് അന്നത്തെ DGP. ബെഹ്റ നിയമയുദ്ധം നടത്തി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സെൻകുമാർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഇത് തട്ടിപ്പാണ് എന്ന് പറയുന്നു. അപ്പൊ സെൻകുമാർ പറഞ്ഞത് ഇപ്പൊ തന്നെ ഇവർക്ക് സംശയം. സെൻകുമാറിനെതിരെ ഉള്ള ഒരു വികാരമാണല്ലോ പിണറായിക്കുള്ളത്. ബെഹ്റ ഇത് കൊള്ളാമെന്ന് ഓർത്തിട്ട് സെൻകുമാർ പറഞ്ഞ് ശരിയാന്ന് തെറ്റാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിണറായിയോട് പറയുന്നു. മാത്രമേ ഇത് നമുക്കൊരു നല്ലൊരു ഹൈപ്പ് കിട്ടാനുള്ള സംഭവം ഇവരെടുക്കുകയാണ്. ഇതെടുത്തിട്ട് ഈ സാധനം പ്രതിയാക്കുന്നു, അകത്തിടുന്നു. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കേസ് നിൽക്കണം എന്നുണ്ടെങ്കിൽ കാവ്യമാധവനെ പ്രതി ചേർക്കണം, പക്ഷെ അതിനൊരു അനുവാദം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇടപെടലുകളും സാധനങ്ങളും ഒക്കെ മാഡത്തെക്കുറിച്ചുള്ള പരാമർശം അത് കാവ്യമാധവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അതേസമയം ദിലീപിന് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിനകത്ത് ഈ ഗൂഢാലോചന സിദ്ധാന്തം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞാണ്? വിവാഹം തകർത്ത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ദിലീപിന് കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടായിരുന്നു. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാട് പലരുടെയും, ദിലീപിനുള്ളത്രയും റിയൽ എസ്റ്റേറ്റ് ഇടപാട് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ പലതും പലരുടെയും പുറത്തായിരുന്നു, ബിനാമികളുണ്ടായിരുന്നു. അപ്പം അതിൽ ചിലത് ഈ ഇരയുടെ പേരിലും ഉണ്ടായിരുന്നു. ഇരയുടെ പേരിൽ മേടിച്ചു കൊടുത്തത് ഒരു സാഹചര്യങ്ങൾ. അപ്പം ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ആയപ്പോൾ ഇത് ദിലീപിന് കൊടുക്കാൻ വിസമ്മതിച്ചു. അതെപ്പോഴും പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ആ ഇര പക്ഷെ എടുക്കാനല്ല, അത് മഞ്ജുവിനുള്ളതാണ് എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. കൂട്ടുകാർ സഹായിക്കാൻ പോയി. അതാണ് യഥാർത്ഥത്തിലുണ്ടായ ഒരു കാരണമെന്നാണ്. അതായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇതിനേക്കാൾ നിലനിൽക്കുമായിരുന്നു. എന്ന് മാത്രമല്ല ഇതിനകത്ത് കാവ്യമാധവൻ രംഗപ്രവേശം ചെയ്യാതെ പോയതും ദോഷം ചെയ്തു. അപ്പൊ ഇത്യാദി കുറേയധികം കൂടെ ദിലീപിന് ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കുന്നു, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു, പോലീസിനകത്തെ ഭിന്നത ഉണ്ടാകുന്നു, ദിലീപിൻ്റെ ദുരൂഹമായ ഒരുപാട് ഇടപാടുകളും എല്ലാം കൂടെ ഉണ്ടാകും. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തലങ്ങനം വിലങ്ങനും ദിലീപും 90 ദിവസം അകത്തും കിടന്നു. ദിലീപിൻ്റെ സിനിമയെല്ലാം പോവുകയും ചെയ്തു. പിന്നീട് എന്താണ് ഒരു സിനിമ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ, രാമലീല മാത്രം. രാമലീല അതിനകത്ത് വേറൊരു കഥ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞ സംഭവം, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ വിളിച്ചു പറഞ്ഞ കാര്യം. ഈ രാമലീലയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് അത് റിലീസ് ചെയ്യുന്നതിന് മുൻപാണ് ദിലീപ് അറസ്റ്റിലാവുന്നത്. അരുൺ ഗോപിയുടെ സിനിമയാണ്. അന്ന് ഈ സിനിമ റിലീസാകുന്നതിനോട് പിണറായിക്ക് എതിർപ്പുണ്ടായിരുന്നത്രേ. കാരണം ആ സിനിമയിലെ കഥ പറയുന്നത്, നിങ്ങൾ ആ സിനിമ ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല. ആ സിനിമയിലെ കഥ പറയുന്നതിന് ഒരു പോലീസ് ഓഫീസർ, റിട്ടയർഡ് പോലീസ് ഓഫീസർ, അന്ന് ഈ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ വിളിച്ച് പറഞ്ഞ കഥ. ആ സിനിമ TP ചന്ദ്രശേഖരനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവം. അതിനുശേഷം TP ചന്ദ്രശേഖരൻ്റെ മകൻ വന്ന് പിണറായിയുടെ പക വീട്ടുന്ന തരത്തിലായിരുന്നു ആ സിനിമ അവതരിപ്പിച്ചിരുന്നത്. അത് പിണറായിക്ക് ദോഷം ചെയ്യും എന്നുള്ള ഒരു ആശങ്കയും ഇതിന് പിന്നിലുണ്ടായി. ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ചു. ഇത്തരത്തിൽ ഒരുപാട് ഘടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായി. ഇനി ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം 3-4 കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കോടതിയെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇതൊന്നും ബാധകമല്ല. ഇയാളെ
ഈ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തെന്ന് മാത്രമേ കോടതിക്ക് ബാധകമുള്ളൂ. അതില്ല. എല്ലാം കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒരിക്കലും അന്തിമ തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ അമിതമായ താല്പര്യവും ഇടപെടലും, ഇപ്പോൾ ഇവരെല്ലാം കൂടി അതിനിടയ്ക്ക് ആ റോഷിപ്പാലിനെ ചീത്ത നാട്ടു വളഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവരുടെ അമിതമായ താല്പര്യവും ആവേശവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ചർച്ച ചെയ്യേണ്ട 3-4 കാര്യങ്ങൾ. ചാനലുകൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇന്ന് രാവിലെ കണ്ടില്ലേ, എല്ലാം കൂടെ അയാൾ വീട്ടിൽ പോയിരിക്കണം. അയാൾ ഗേറ്റ് അടച്ചേക്കുമ്പോൾ മറ്റേ ഡ്രോൺ വിട്ട് കാണിക്കണം. അതൊരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. അത് ഒരു തരത്തിലും ഒരു വ്യക്തിയെ അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടില്ലെന്ന് ഓർക്കണം. ആ കുറ്റക്കാരന് വിധിക്കപ്പെടാത്ത അയാളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ചർച്ച ചെയ്ത് ഇയാൾ കുറ്റക്കാരനാണ്, അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഒരു കേസിന്റെ വിചാരണയിൽ കോടതി മെറിറ്റ് സ്വീകരിക്കാനിരിക്കുമ്പോഴത്തേക്ക് 100% ശിക്ഷിക്കണം, ശിക്ഷിച്ചില്ലേ കോടതിക്ക് രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന അവസ്ഥ. അയ്യോ ഞാൻ ശിക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വരുമല്ലോ എന്നൊരു ജഡ്ജി തോന്നിയാൽ, ചാനൽ ജഡ്ജിമാരാണ് ആദ്യം ഇപ്പോൾ തീരുമാനം എടുത്തത്. അല്ല, ഒരു ജഡ്ജിക്ക് തോന്നി അയാൾക്ക് ഇപ്പം ഇതിനെ സമ്മർദ്ദത്തെ മറികടക്കാൻ ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന് സാധിച്ചത് കൊണ്ടാണല്ലോ. അതെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാധ്യമങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം ആവശ്യമില്ല. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ തെറ്റായ വാക്കാണ്. മാധ്യമങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടാക്കണം. അപ്പം ഈ ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഒരാൾ കുറ്റവാളിയാണെങ്കിൽ പോലും അയാൾക്ക് പ്രൈവസി സംരക്ഷിക്കാൻ ഓർഡർ മേടിക്കാം. പിന്നെ അയാളെക്കുറിച്ച് പറയത്തില്ല. മലയാളികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അവിടെ കേസിൽപ്പെടുന്നവർ. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറ്റാരോപിതനാകുമ്പോൾ തന്നെ അയാളെ ഇല്ലാതാക്കി കുഴിച്ചു മൂടുന്ന രീതിക്ക് ഒരു FIR മതി രാജ്മോഹൻ. ഇവിടെ ഒരു വ്യാജ FIR ഇട്ടല്ല ഒരാളെ കൊല്ലാൻ പറ്റും നമുക്കിവിടെ. ആ അർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടാവേണ്ടത്, ആ അർത്ഥത്തിലൊരു നിയന്ത്രണം ആവശ്യം. റേറ്റിംഗ് വരുമല്ലോ വ്യാഴാഴ്ച, അത് കണക്കാക്കിയുള്ള ആക്രമണങ്ങളാണെന്ന് അവർ മാത്രം ആലോചിക്കുന്നുള്ളൂ. ഇവർക്ക് വേണ്ടത് റേറ്റിംഗ് മാത്രമാണ്. റേറ്റിംഗിന് വേണ്ടി ഇവർ ഏതറ്റം വരെ പോകും, എന്ത് വൃത്തികേടും പറയും. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു വെച്ചു, ഇതൊക്കെ വിധി വന്നതിന് ശേഷം വിളിച്ചു വെച്ചു, ഈ നിങ്ങളുടെ ചാനലിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇയാൾ എത്ര അറ്റാക്ക് ചെയ്ത്. ഇവ ക്രിസ്മസ് വരെയാണല്ലോ, ഇനി ദിലീപിന്റെ കുടുംബത്തിന് ക്രിസ്മസ് വരെ എടുക്കാൻ പോകുമായിരിക്കും അല്ലേ, കൊടുക്കാൻ പോകും. ഈ അതേ ചാനലുകൾ പോകുന്നു പോയി ചെന്ന് ദിലീപിന്റെ ക്രിസ്മസ്, ദിലീപിന്റെ കുടുംബത്തിന് ക്രിസ്മസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ദിലീപിനോട് ഒരേ ഒരു പരാതി എനിക്ക് ഈ വിഷയം കഴിഞ്ഞപ്പോഴുള്ളത്, ദിലീപ് ആ റിപ്പോർട്ടർ ചാനൽ മാറി നിൽക്കാൻ പറയണമായിരുന്നു. ബാക്കി എല്ലാവരും പറഞ്ഞു മാറി നിൽക്കൂ, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയണമായിരുന്നു. യഥാർത്ഥത്തിൽ ദിലീപ് ചെയ്യേണ്ടിയിരുന്ന അതായിരുന്നു. അപ്പം ഈ 10 വർഷം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു സിനിമാക്കാരൻ്റെ കരിയറിൽ 10 വർഷം പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണത്. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, പ്രോസിക്യൂഷൻ ശ്രദ്ധിക്കേണ്ട, ഈ അതിജീവിതയുടെ അഭിഭാഷകൻ TB മിനി നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ സ്ഥിരം കാണാറുള്ള ഒരു സാന്നിധ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതേക്കുറിച്ച് എന്ത് തോന്നുന്നു കേട്ടു? ഇതിനകത്ത് ഈ അതിജീവിതയുടെ അഭിഭാഷകൻ TB മിനിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഈ കേസ് ഉണ്ടായപ്പോഴാണ് അത് തന്നെ വളരെ വിചിത്രമായ ഒരു സംഗതി. അവർ അത്യാവശ്യം നമ്മുടെ തൊഴിലാളികളുടെ ഇടയിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവരൊരു അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭയ അഭിഭാഷകയല്ല. എറണാകുളത്തെ ഹൈക്കോടതി പ്രധാന അഭിഭാഷക പട്ടികയിലൊന്നും അല്ല. അപ്പം ഇവരൊരു ആക്ടിവിസ്റ്റ് ആണ് വാസ്തവത്തിൽ. ഇവിടെയാണ് എന്നെ ഞെട്ടിച്ചത്. ഈ അതിജീവിത ഇത്രയും വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ, അതും ആരാണ്? ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ള സാറിനെ പോലൊരു അഭിഭാഷകൻ വാദിക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഒരാളെ വക്കീലായിട്ട് വെക്കണമായിരുന്നു. എന്നിട്ട് പറയുന്നത്, ഞാൻ ചില പോസ്റ്റുകളൊക്കെ മിനിയായിട്ട് ബന്ധപ്പെട്ട് കണ്ടു, ആരും എടുത്തില്ല കേസ്. അങ്ങനെ വന്നപ്പോൾ മിനി മാത്രം സൗജന്യമായി ചെയ്തു. വെറുതെ ഒന്ന് മിനി ഇതിലേക്ക് കയറി ചെന്നതാണ്. മിനി കയറി ചെന്നിട്ട് മിനിക്ക് ഫീസിൻ്റെ ആവശ്യമില്ല, കാരണം മിനിയെ ലോകം മുഴുവൻ അറിഞ്ഞു. ഒരിപ്പം ആളൂർ എന്ന് പറയുന്ന ആളൊരു വക്കീലേ ആയിരുന്നില്ല. അയാളൊരു വക്കീലേ ആയിരുന്നില്ല. അയാൾ എന്ത് ചെയ്ത് ഏറ്റവും വലിയ ക്രിമിനലിൻ്റെ കേസ് സൗജന്യമായിട്ട് എടുക്കും, അയാൾ പ്രസിദ്ധനാവും. മനുഷ്യരൊക്കെ ആയിരുന്നു ആളൂടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വക്കീലെന്ന് അയാൾക്ക് കേസ് ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് എത്ര പേര് അയാളെ ഫോൺ നമ്പർ വെച്ച് ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മിനിയും ചെയ്തത്. ഈ കേസിലൂടെ ചർച്ച ചെയ്ത് കേസെടുക്കാൻ വേണ്ടി ചെന്നു. അതിനും ഫീസ് മേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ നല്ലൊരു എത്രയോ വക്കീൽ S രാജീവ് കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ വക്കീൽ വിജയഭാനു സാറ്, എന്തിനേറെ പിന്നീടാണ് കൊലപാതക കേസിൽപ്പെട്ട് മാറിപ്പോയത് ഉദയഭാനു, ഗംഭീര വക്കീലാണ്. എത്രയോ വക്കീൽ S ശ്രീകുമാർ, C ശ്രീകുമാർ, രാംകുമാർ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലിനെ അവർക്ക് ഇയാൾക്ക് ചെയ്യാമായിരുന്നു. എൻ്റെ കേസ് വന്നപ്പം രാജ്യത്തിന് നാനാഭാഗത്തുനിന്ന് സൗജന്യമായി കേസ് നടത്താൻ പലരും വന്നു, നമ്മൾ സ്വീകരിച്ചില്ല. നിങ്ങൾ നോക്കൂ രാജ്മോഹൻ, അവരുടെ ഒരു പ്രസ്താവന എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്താണ്? ദിലീപ് ആയിരുന്നു റേപ്പ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മറ്റേ ക്രിമിനലിനെ വിട്ടു എന്നുള്ളതാണ്. പക്ഷെ എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്. നിങ്ങൾ കാര്യം ആലോചിക്കണം. രാജ്യത്തെ ബലാത്സംഗ നിയമത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അടുപ്പമോ ഉത്തരവാദിത്വം ഉള്ളവർ ബലാത്സംഗം ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്രൈം ആവുന്നത്. അതായത് അധ്യാപകൻ വിദ്യാർത്ഥിനിയെ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ അവിടെ കേസ് ഒരാളെ, അല്ലെങ്കിൽ അപ്പൻ മകളെ, ഇങ്ങനെ ചെയ്യുന്ന
പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളവർ Rape ചെയ്യപ്പെടുന്ന റേപ്പ്. അപ്പോൾ ഇവിടെ പറയാണ്, ഈ ബലാത്സംഗ കേസിലെ വക്കീൽ പറയാണ്, ദിലീപായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, ഒരു വേറൊരാളെ കൂടി എന്തൊരു അങ്ങനെ ഒരു വക്കീലിനെ വെച്ചു എന്ന് പറയുന്നത് തന്നെ അവരുടെ പരാജയമല്ലേ? ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കേസ്, അതും രാമൻപിള്ളയുടെ കൂർമ്മ ബുദ്ധിക്ക് മുമ്പിൽ ഇവർ വെച്ചിരിക്കുന്ന വക്കീൽ ഇതാണ്. ഇത് എന്തായാലും വഴികളുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നു. എത്രയോ നല്ല പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, എത്രയോ കേസുകൾ ഇപ്പം എവിടെയല്ല. ഉദാഹരണത്തിന് മോഹൻരാജ് എന്ന് പറഞ്ഞ് കൊല്ലത്ത് മോഹൻരാജ് കിടിലോൽക്കടം വക്കീലാണ്. അവരെ വേണമെന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിൽ ഈ പറയുന്ന ഈ സ്തുതിപാഠകർ, അത് ഇര അതിജീവിത എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന സ്തുതിപാഠകരുടെ ഭാഗത്ത് വീഴ്ചയാണ്. നല്ലൊരു വക്കീലിനെ പോലും ഇവർക്ക് വെച്ചു കൊടുത്തില്ല. അതേസമയം നമ്മളൊരു കാര്യം സമ്മതിക്കണം, ഈ കേസിന് അടിമുടി സഹകരിച്ച് പലതവണ കോടതിയിൽ വന്ന് പലതവണ മൊഴി കൊടുത്ത ഈ ഇരയെ നമ്മൾ അംഗീകരിക്കണം. കാരണം ഒരു തിരക്കേറിയ സിനിമാ നടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അവരിതിനു വേണ്ടി അവരുടെ സമയവും ഇഷ്ടം പോലെ ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ പണം ചെലവഴിച്ച് അവർ കാണിച്ച ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ആ ഡെഡിക്കേഷൻ അവർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. റിസൾട്ട് കിട്ടാതിരിക്കാൻ നല്ലൊരു വക്കീലിനെ വെച്ചില്ല. ആദ്യത്തെ വീഴ്ച അതാണ്. 2, അവർക്കിപ്പോഴും ഉറപ്പില്ല, ഇന്നും ഉറപ്പില്ല ദിലീപാണ് പ്രതിയെന്ന്. അവരൊന്നും പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. പേരെന്നല്ല, അവർക്കറിയില്ല. അവരൊരിക്കൽ പോലും ദിലീപിനെതിരെ പറഞ്ഞിട്ടില്ല. എന്തായാലും വളരെ കൗതുകമുള്ള കാര്യമാണ്. ഇതിനകത്തൊരു ഇനി എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അതാണ് പ്രസക്തമായത്. ഇത് ഹൈക്കോടതിയിൽ പോയി ഇനി അങ്ങോട്ടുള്ള നിയമം ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഹൈക്കോടതിയിൽ എന്തായാലും സർക്കാർ അപ്പീലിന് പോകും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷെ അപ്പീലിൽ എന്താണോ വിചാരണ കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത് അതിലെ പ്രൊസീജിയർ മിസ്റ്റേക്കോ ക്വസ്റ്റ്യൻ ഓഫ് ലോയോ, അതാണ് മെയിൻ. ക്വസ്റ്റ്യൻ ഓഫ് ലോ അതാണ് ആ ചോദ്യത്തിൽ കൃത്യം. അതായത് ഒന്നെങ്കിൽ പ്രൊസീജിയർ തെറ്റിച്ചായിരിക്കണം വിധി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടാവണം. ഇതിനകത്ത് ഒരു ലോ പറഞ്ഞിട്ട് ഈ ലോ ഇതാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് ആ ലോ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും ഹൈക്കോടതി പരിഗണിക്കത്തില്ല. അപ്പീലിൻ്റെ പ്രത്യേകത അതാണ്. ക്വസ്റ്റ്യൻ ഓഫ് ലോ മാത്രം, അല്ലാതെ ഒരു വിചാരണ ഇനിയില്ല. ഹൈക്കോടതിക്ക് വിചാരണ ചെയ്യാൻ പറഞ്ഞു, വിചാരണ കഴിഞ്ഞു, വക്കീലന്മാർ മാത്രം സംസാരിച്ചാൽ മതി. അതായത് ഈ തീരുമാനത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുത്തിരിക്കുന്നത് ഇല്ലീഗലാണ്, ഇന്ന നിയമം ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ ഇവരിങ്ങനെ എടുത്തു എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ ആ ലോ എങ്ങനെയാണെന്ന് മാത്രം ചർച്ച ചെയ്ത ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കേസിൽ തിരിച്ചൊരു വിധിക്കുള്ള സാധ്യത ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഏറെ വൈകാതെ അതിലൊരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് കരുതാം. ഈ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ വൈകും. ഇപ്പം ദിലീപിനെ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ഈ അപ്പീലിൽ സമയമെടുക്കും. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് അധിക സമയമെടുക്കത്തില്ല. ഒന്ന്. എന്നാൽ നമ്മളൊരു കാര്യം മറക്കരുത്, ദിലീപ് കൃത്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടാണ് പോകുന്നത്. മഞ്ജുവാരുടെ പേര് പറഞ്ഞു. ഇനി പുതിയൊരു യുദ്ധമുഖം തുറക്കാം. അവിടെയാണ് ഇനിയൊരു പുതിയ യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യത. ഏത് രീതിയിലായിരിക്കും, ദിലീപ് ബുദ്ധിപരമായിട്ടായിരിക്കും, സൂക്ഷിച്ചായിരിക്കും ഒരു പുതിയ യുദ്ധമുഖം തുറക്കാം. കാരണം ഇനി ഒരു വലിയ സഹതാപ രംഗം കിട്ടും. ഒരു സിനിമയുടെ ഒരു ഇപ്പോൾ ഇറങ്ങിയാണല്ലോ, വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ദിലീപിന് പറ്റും, ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ പറ്റും. ഇവിടെ ദിലീപ് പഴയ തൻ്റെ സൂക്ഷ്മബുദ്ധിയൊക്കെ പുറത്തെടുത്താൽ ചെറിയ ചെറിയ പണികളും സംഭവങ്ങളും ഉണ്ടാകും. മാത്രമല്ല ഈ സമയത്ത് ദിലീപിനെ തള്ളിപ്പറഞ്ഞവർക്കൊക്കെ പ്രശ്നമുണ്ടാകും. കാരണം ദിലീപ് തിരിച്ചുവരവ് നടത്തുന്നുള്ള അടിസ്ഥാനപരമായി ദിലീപിന് ഇത്തരം കാര്യങ്ങളിൽ പിടിവാശിക്കാരനും കൂർമ്മബുദ്ധിക്കാരനും എന്താ പറയണേ ഒരു കുഴപ്പക്കാരനാണ്. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ കൗതുകമുണർത്തുന്നതായിരിക്കും. മലയാള സിനിമയിലേക്ക് ദിലീപിൻ്റെ ഒരു തിരിച്ചു വരവ്, ദിലീപിൻ്റെ ഒരു ശക്തമായ ഒരു ഇടപെടലൊക്കെ സംഭവിക്കാൻ പോകുന്നു. എന്തായാലും ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ പുറത്താണെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപെടലിൻ്റെ പുറത്താണെന്നോ ഒക്കെ പറയുന്നത് അതിബുദ്ധിയാണ്. അങ്ങനെയൊന്നുമല്ല, അത് പ്രൊസീജിയർ അനുസരിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ദിലീപ് ഈ പറയുന്ന ഒരു പുണ്യാളനൊന്നും അല്ല. ഈ കേസിൽ ദിലീപിന് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ ദിലീപ് അത്ര ഒരു പുണ്യാളനായ ഒരു നല്ലവനായ മനുഷ്യനൊന്നും അല്ല. താങ്ക് യു. നമസ്കാരം.